സർക്കാർ പറഞ്ഞിട്ടുള്ള ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. എന്താണ് SLVCയും സർക്കാരും പറഞ്ഞിട്ടുള്ളത്? ഈ രീതിയിൽ ഒരാളുടെയും EMI പിടിക്കില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് സർ? ഇവർ ഈ ബാങ്ക് ഞങ്ങളെ ഇപ്പോഴും കബളിപ്പിക്കപ്പെടുകയാണ്. ഞങ്ങളെല്ലാ യുവജന സംഘടനകളും ഈ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ഈ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ മുഴുവൻ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പൊ തന്നെ പണം തിരിച്ചിടാമെന്ന ഉറപ്പിലാണ് ഞങ്ങൾ ഇവിടെ കയറി ഇരുന്നത്. ഇവർ 3 പേരുടെ മാത്രം അക്കൗണ്ടിലേക്ക് തുക തിരിച്ചിട്ടിട്ട് ഇവർ ഈ സമരം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു രീതിയിൽ ഈ സമരം അവസാനിക്കുന്നില്ല. ഇപ്പോഴും പല ആളുകൾ ഇപ്പോഴും വിപിൻ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ട് അതുവരെ തിരിച്ചിട്ടിട്ടില്ല. അപ്പൊ ഈ മുഴുവൻ യുവജന സംഘടനകളെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഈ കേരള ഗ്രാമീൺ ബാങ്ക് നടത്തുന്നത്. അല്ല, ഞാനിത് അക്കൗണ്ട് നമ്പർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ എല്ലാവരുടെയും അക്കൗണ്ട് നമ്പർ ശേഖരിച്ചു വരണമെന്നാണോ ബാങ്ക് ആവശ്യപ്പെടുന്നത്? ഈ ബാങ്കിൽ ഒരു ഡാറ്റ ഇല്ലേ? ഈ ബാങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്നും എത്ര ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, എത്ര ആളുകളുടെ ലോൺ ഇനത്തിലേക്ക് ഇത് വരവ് വെച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് ഇവരടുത്ത് വേണ്ടേ? ഇവർക്ക് ഡാറ്റ വേണ്ടേ? ഞങ്ങളിവിടെ ഞങ്ങളാണോ ഇവിടെ ഓരോ ആളുകളുടെയും അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എടുത്ത് വരേണ്ടത്? എല്ലാ രീതിയിലും കബളിപ്പിക്കപ്പെടാം. ഇതിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. സർക്കാരിന്റെ വീഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പാവപ്പെട്ട പ്രളയം സംഭവിച്ചിട്ടുള്ള ആളുകളെ ഏത് രീതിയിലും സംരക്ഷിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ ഇവിടെ പൂർണ്ണ പരാജയമായിരിക്കുകയാണ്. ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ 20 ദിവസമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഈ ബാങ്കിൽ ഇവിടെ സമരമായിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് സർക്കാരല്ലേ? സർക്കാരിന്റെ പിഴവാണിത്. സർക്കാരും SLBCയും ഞങ്ങളോട് വാക്ക് പറഞ്ഞതാണ്, കേരളത്തിലെ ജനങ്ങളോട് വാക്ക് പറഞ്ഞതാണ്, ഒരു രീതിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഇത് ആര്? 8-ാം തീയതി ഇവിടെ ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത RBI ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ യോഗം നടന്നല്ലോ. അതിന് പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള EMI. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അല്ലേ ബജാജിന്റെ ലോണ് ആദ്യ ഇനത്തിൽ ബജാജുകാർ ലോൺ പിടിച്ചപ്പോ യൂത്ത് കോൺഗ്രസ് അന്ന് സമരം നടത്തിയതല്ലേ? 2-ാമത്തെ ദിവസം തന്നെ സമരം നടത്തിയതല്ലേ? ആ രീതിയിൽ ഞങ്ങൾ ഇത്രയും സമരം ഇവിടെ നടന്നിട്ട് നമ്മളകത്തുണ്ടായിരുന്നല്ലോ. അവര് പറയുന്ന ടെക്നിക്കൽ എററാണ് ആദ്യം പറയുന്നു, പിന്നെ 3 അക്കൗണ്ട് തിരിച്ചു കൊടുത്തു. നമ്മള് കേരള സമൂഹത്തിനോട് ആവശ്യപ്പെടാനുള്ളത്, കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ടത്, യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നുള്ളത്, ഇതൊരു പാരൽ കോളേജ് അല്ല, ഇത് നാഷണലൈസ്ഡ് ബാങ്കാണ്. ഈ നാഷണലൈസ്ഡ് ബാങ്കിന് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റാസ് ഉണ്ട്. ഇത് ഇന്നലെ അയച്ച ഡാറ്റാസ് ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ഞങ്ങൾക്ക് കണ്ണിൽ പൊടിയേറുന്ന സമീപനമായി 3 ആളുകൾ ഡാറ്റാസ് വിട്ടിരിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പിലുള്ള പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ വിളിക്കുന്ന ആളുകൾക്കൊക്കെ ഈ EMI പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് യുവജനങ്ങളാണ്. ഈ സേനയെ, ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് സേനയെ പിൻവലിച്ചിരിക്കുന്നു. ദുരന്തമുഖത്ത് ഇന്ന് അവിടെ ആരുമില്ല. ആ ദുരന്തമുഖത്ത് രക്ഷകരാവേണ്ടത് ഞങ്ങളാണ്. തീർച്ചയായും ഈ ഞങ്ങൾ ഇതിനകത്ത് വിളിച്ചു വരുത്തി ആടിനെ പട്ടിയാക്കുന്ന സമീപനം കൃത്യമായി പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഇതിനകത്താണ്. ഇതിനകത്ത് ഈ സമരത്തിന്റെ രൂപം മാറിയാൽ ഏത് രീതിയിലാണ് ഇതിന്റെ ഭാവം മാറുക എന്നത് കൃത്യമായി അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമരത്തിൽ കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇന്നലെ വന്ന വാർത്ത, ഇന്നലെ വന്ന ഉത്തരവ്, ആ ഉത്തരവിൽ കൃത്യമായി എന്തുകൊണ്ട് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് അതിന് തീരുമാനത്തെ പിൻവലിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നമ്മളൊക്കെ അറിഞ്ഞത് ചൂരൽമലക്കകത്ത് മുണ്ടക്കൈയിൽ 2 പൊട്ടാണ് പൊട്ടിയെന്ന് പറഞ്ഞു. ഇത് 3-ാമത്തെ പൊട്ട. മഹാദുരന്തം, പച്ചമാംസം തിന്നുന്ന ഒരു ദുരന്തമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഈ പറയപ്പെടുന്ന ഷട്ടറിന്റെ പുറത്തൽ അകത്താണുള്ളത്. ഈ അകത്തു നിന്ന് ഒരു ബന്ധപ്പെട്ട അധികാരിയും പുറത്തിറങ്ങില്ല. ഈ പുറത്തിറങ്ങണമെങ്കിൽ ഒരു കുപ്പി വെള്ളം, ഒന്ന് ഉമിനീര് തൊണ്ടയിലേക്ക് ഇറക്കണമെങ്കിൽ ഞങ്ങളെ കൂടപ്പിറപ്പുകളുടെ പ്രയാസങ്ങൾ മാറ്റാതെ നിന്ന് പിന്നോട്ട് പോകില്ല. അത് കൃത്യമായിട്ടുള്ള വെല്ലുവിളിയല്ല, ഇത് മനുഷ്യ സഹവർത്തിത്വമുള്ള ബോധ്യമുള്ള യുവാക്കളുടെ ഒരു വെല്ലുവിളിയായിട്ട് പൊതുസമൂഹത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടുക. ഇതില് പത്രങ്ങളും ചാനലുകളും ഇപ്പൊ ഈ സമരം ഒത്തുതീർപ്പായി എന്നുള്ള വാർത്ത പോകുന്നുണ്ട്. തീർത്തും തെറ്റാണ്. സമരം തീർത്ത് വാർത്ത കൊടുത്തില്ല. ഞങ്ങൾ ഇവിടെ അകത്തുണ്ടല്ലോ, അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല. പറയുന്നത് ഇത് തീരുന്നില്ല. ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ ന്യായമായിട്ടുള്ള ആളുകളുടെ, 1 രൂപ പോലും കയ്യിലില്ലാത്തവർക്ക് സർക്കാർ കൊടുത്ത ഈ 10,000 രൂപ വലിയ അനുഗ്രഹമായിട്ട് കാണുന്ന ആളുകളാണ് ഞങ്ങൾ. ആ സ്ഥലത്ത് നിന്നാണ് ഈ പാവങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഇനത്തിലേക്ക് ഈ തുക പോകുന്നത്. ഈ മുഴുവൻ ആളുകളുടെയും തുക തിരിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും.